കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമ്നേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് 21-ാമത്തെ ശ്ലോകമായിരുന്നു അല്ലേ? 21 22 20 വരെ പഠിച്ചുള്ളൂ അല്ലേ? 20 വരെ പഠിച്ചു. 20 വായിക്കാൻ 20 വായിച്ചില്ല. എടുത്തത് 20 വായിച്ചില്ല. ഓക്കെ, വായിച്ചോളൂ. ആരെങ്കിലും ഒരാൾ 20 വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ മാതാജി. ഞാൻ വായിക്കണോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യാപ്രിയേണ സുഹൃത ഹൃദയേന ശൂന്യഃ അദ്വന്യരുക്രമ പരിഗ്രഹമംഗരക്ഷൻ ഗോവൈരസത്തി അബലേവ വിനിർജിതോസ്മി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അധ്വന്യുരുക്രമ അധ്വനി പ്ലസ് ഉരുക്രമ. അധ്വന്നുരുക്രമ പരിഗ്രഹമംഗരക്ഷൻ ഗോവൈരസത്വിർ അകലേവ വിനിർജിതോസ്മി. ഹരേ കൃഷ്ണ. ആ ശ്ലോകത്തെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? ഭഗവാന്റെ അഭാവത്തിൽ ഭഗവാനാണ് സർവ്വതും എനിക്കുണ്ട്. അർജുനൻ പറയുകയാണ്, ഭഗവാൻ പോയി കഴിഞ്ഞു, ഭഗവാന്റെ ആ അഭാവത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് എന്നെ നോക്കിയത് എന്നുള്ളത് പറയുന്നു. ഞാനാണ് ധാർഷ്ട്യത്തോടുകൂടി വിപ്രലബ്ധനായിട്ട് ധാർഷ്ട്യത്തോടുകൂടി ഞാൻ അദ്ദേഹത്തോട് എന്തെല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹമാണെങ്കിലോ സഖ്യു ആയിട്ട് ഒരു സഖാവിനെ പോലെ, അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ, പിതൃവത് എന്ന് പറഞ്ഞാൽ പിതാവിനെ പോലെ, അല്ലെങ്കിൽ തനേസ്യ എന്ന് പറയുമ്പോൾ ഒരു പുത്രൻ എന്ന പോലെ, അതുപോലെ എല്ലാം ഞാൻ കാണിച്ചിട്ടുള്ള ധിക്കാരത്തെ എല്ലാം സഹിച്ചു ഭഗവാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ എന്താണ്, ഒരു കൂട്ടുകാരനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ഞാനും അദ്ദേഹത്തെ ഒരു കൂട്ടുകാരനെന്ന് കരുതി എന്തെല്ലാം പറയാമോ അതൊക്കെ പറഞ്ഞു, എന്തെല്ലാം സഹിക്കാമോ അതെല്ലാം അദ്ദേഹം സഹിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തു പോയ എല്ലാ, നമ്മൾ പറയത്തില്ല കായേന വാചാ മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാവ എന്ന് പറയുന്നത് പോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം എനിക്ക് മാപ്പി ചോദിക്കാനല്ലാതെ, മനസ്സുകൊണ്ട് മാപ്പി ചോദിക്കാനല്ലാതെ അദ്ദേഹം എന്നിൽ നിന്നങ്ങ് അകന്നുപോയി എന്ന് പറയാണ്. അദ്ദേഹത്തിന്റെ ആബ്സെൻസില് എന്റെ ഹൃദയം അങ്ങനെ വോയിഡായിത്തീരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, ഒന്നുമില്ലാത്തത്, എന്റെ മനസ്സിൽ ഒന്നുമില്ലാത്തതുപോലെയായിട്ട്, എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ലാത്തതുപോലെയായിത്തീരുന്നു അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ. മൈ ഹാർട്ട് ബിക്കംസ് വോയിഡ് എന്ന് പറയും. എന്റെ ഹൃദയം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തെ ശൂന്യമാക്കിയിരിക്കുന്നു. അദ്ദേഹം ഇല്ലാതായപ്പോഴത്തേക്ക് എന്റെ മനസ്സ് ശൂന്യമായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞത് അദ്ദേഹം പോയത്, അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞല്ലോ,
എന്റെ ഉറ്റമിത്രമായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു, സ്നേഹനിധിയായിരുന്നു, അഭ്യുദയകാംക്ഷിയായിരുന്നു. എന്തൊക്കെയാണ് അർജുനൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതെന്നുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം നമുക്കും ബാധകമായിട്ടുള്ളതാണ്. കാരണം ഒരു ലയോ ചക്രവർത്തി ജ്യേഷ്ഠനെ വിളിക്കുകയാണ് എന്റെ ഉറ്റമിത്രമായിട്ടുള്ള, എന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള, എന്റെ സ്നേഹനിധിയായ, അഭ്യുദയകാംക്ഷിയായ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴേ നമ്മളെ എപ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കേണ്ടത് ഭഗവാനാണ്. നമ്മളെ ഭഗവാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ മറക്കരുത്. അതുപോലെ നമ്മളുടെ എല്ലാ അഭ്യുദയങ്ങളും അതെല്ലാം ആഗ്രഹിക്കുന്ന ഭഗവാൻ നമുക്ക് തരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ പറയുന്ന ആ ഒരു ഭൗതികതയിൽ നിന്ന് ഭൗതിക ശരീരം അദ്ദേഹത്തിന് ഭൗതിക ശരീരമില്ല, ആത്മീയ ശരീരം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ശരീരമുണ്ട് എന്ന് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. അദ്ദേഹം ആത്മീയമായിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിയുകയും ചെയ്യും. അദ്ദേഹം എന്ന് പോലും ഭഗവാനെ ഒരിക്കലും മലയാളത്തിൽ നമ്മൾ പറയാൻ പാടില്ല, അവിടുന്ന് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അദ്ദേഹം എന്ന് പറയുന്ന വേറെ ആൾക്കാരെയൊക്കെ നമുക്ക് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പറയാം, പക്ഷെ അവിടുന്ന് എന്നാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം പോയതോടുകൂടി എന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടെ നിന്ന് അപ്രത്യക്ഷനായതോടുകൂടി നിന്റെ ഹൃദയം ശൂന്യമായി പോയി എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു കഥ പറഞ്ഞു. എന്താണ് ആ കഥയെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വിഷ്ണുപുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും പറഞ്ഞിട്ടുള്ള ഒരു കഥയെ അർജുനൻ അവിടെ പറഞ്ഞു. എങ്ങനെയാണ്? മുനി ഭഗവാന്റെ ഭാര്യമാരെ ശപിക്കുന്നു. നേരത്തെ എന്ത് ചെയ്തു? അഷ്ടാവക്രമുനി സേവിച്ചു. ആരായിരുന്നു അവര്? കന്യകമാരായിരുന്നു, ദേവസ്ത്രീകളായിരുന്നു. അപ്പം ദേവസുന്ദരിമാര് അഷ്ടാവക്രമുനിയെ പ്രീതിപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം അവർക്ക് എന്ത് കൊടുത്തു? അനുഗ്രഹം കൊടുത്തു. എന്ത്? അഷ്ടാവക്രമുനി നന്നായിട്ട് പരമദിവ്യോത്തമൻ കൃഷ്ണനെ ഭഗവാനെ നിങ്ങൾക്ക് ഭഗവാന്റെ പത്നിമാരായി തീരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അനുഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം നടക്കുന്ന കണ്ടപ്പോൾ എന്ത് തോന്നി? അവർക്ക് ചിരിക്കാൻ തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ശരീരം 8 മടക്കുകൾ, 8 സന്ധി മടക്കുകൾ ഉള്ളതായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരങ്ങ് അറിയാതെ ചിരിച്ചുപോയി. അത് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ശപിക്കുകയും ചെയ്തു. ഭഗവാനെ കിട്ടും, പക്ഷേ നിങ്ങളെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളെ ആഭാസന്മാർ അപഹരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിനെയും സത്യമാക്കി തീർക്കേണ്ടതായിട്ട് ഭഗവാൻ ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം തന്നെ ഈ ആഭാസന്മാരുടെ വേഷത്തിൽ അവിടെ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലായിരുന്നെങ്കിൽ ആഭാസന്മാർ സ്പർശിച്ച മാത്രയിൽ തന്നെ അവർ നിശ്ചയമായും അപ്രത്യക്ഷരാകുമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിയോഗത്തിന് ശേഷം ഭഗവാൻ തന്റെ പാർഷദന്മാരെ എല്ലാം തിരിച്ച് എവിടേക്ക് എത്തിക്കണം? അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പാർഷദന്മാരെ. അതുപോലെ തിരിച്ച് അവിടേക്ക് തന്നെ എത്തിക്കണം. അദ്ദേഹത്തിന്റെ വാസസ്ഥാനത്തേക്ക് എത്തിക്കേണ്ട ചുമതല അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരുന്നത്. അതുകൊണ്ട് ഓരോ രീതിയിൽ അവരെ എല്ലാം മടക്കി വിളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ പക്ഷേ ഒരേ രീതിയിലല്ല, ഓരോരുത്തർക്കും അർഹമായ രീതിയിലാണ് അദ്ദേഹം കൊണ്ടുപോകാൻ നോക്കിയത്. അങ്ങനെ വ്യത്യസ്ത ഉപാധികളിലൂടെ അദ്ദേഹം അവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോയി എന്ന് ഇവിടെ ജ്യേഷ്ഠനോട് പറയുകയാണ്. ആരുമില്ല, ഇനി 3-4 പേര് മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി എല്ലാവരും അടിച്ചു പിരിഞ്ഞു. നമ്മൾ പറയത്തില്ലേ, അടിച്ചു പിരിഞ്ഞു എന്ന് പറയുന്നത് പോലെ അവരെല്ലാം പോയി കഴിഞ്ഞു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് 21ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അപ്പം ഭഗവാൻ അവിടെ സ്വയം പ്രകാശനായിട്ടിരുന്നു, സ്വയം രൂപത്തിലിരുന്നു, അല്ലെ? സ്വയം രൂപത്തിൽ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ സ്വയം രൂപത്തിലും വന്നിരുന്നു, അതുപോലെ തദേതാത്മ രൂപത്തിലും വന്നിരുന്നു. പക്ഷേ ഭഗവാൻ പോയപ്പോൾ ഭഗവാൻ അങ്ങ് പോയി. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഓരോ രീതിയിൽ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ശ്ലോകം. തദ്വൈ തനുസ്തൈഷവസരഥോഹയാസ്തേ സ്വഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതസരീശരിക്തം പസ്മൻഹുതം ഗുഹകരാർത്ഥമിവോക്തമുഷ്യാം. തദ്വൈ തനുസ്തൈഷവസരഥോഹയാസ്തേ സ്വഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതസരീശരിക്തം പസ്മൻഹുതം ഗുഹകരാർത്ഥമിവോക്തമുഷ്യാം. അതിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം. തത് വൈ
ധനുഹു, തനുഹു, പിന്നെ തേ, തനുസ്തേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനുസ്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ വേഡ് ബൈ വേഡായിട്ട് പിരിക്കുമ്പോൾ തേ എന്ന് പറയും. അതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത്, തേ എന്ന് പിരിക്കുന്നത്. ഇഷവ, ഇഷവ എന്ന് പറഞ്ഞാൽ ഇഷവ അർത്ഥം പറഞ്ഞില്ല. ഇഷവ സ രഥഃ ഹയാസ്തേ, രഥവ ഹയാസ്തേ എന്ന് പറഞ്ഞു. പിന്നെ സഹ, സോഹം, സോഹം എന്ന് പറഞ്ഞാല് നമ്മൾ സഹ പ്ലസ് അഹം എന്നാണ് സോഹം എന്ന് പറയുന്നത്. രഥി നൃപതയഃ യത ആനമന്തി സർവം ക്ഷണേന തത് അഭൂത്. അത് ആ വേടൊന്ന് ശ്രദ്ധിച്ചോണം. തത് അഭൂത് അസത് ഈശ രിക്തം. 3 വാക്കുകളാണ് അവിടെ ഉള്ളത്. തത് അഭൂത് ഈശ രിക്തം. ഇങ്ങനെ പഠിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് വേട് തെറ്റാതെ വായിക്കാൻ കഴിയും. തദഭൂത അസതീശ രിക്തം, അസത് ഈശ രിക്തം. ഭസ്മൻ ഹുതം കുഹകരാർത്ഥം, അതും അതുപോലെ വലിയൊരു വാക്ക. കുഹകരാർത്ഥം ഇവ ഉക്തം ഊഷ്യ. കുഹകരാർത്ഥം ഒന്നിച്ചെടുക്കണം. ഇവ, പിന്നെ ഉക്തം ഊഷ്യ. ഊഷ്യം എന്നുള്ളതാണ് മൂഷ്യം വരുന്നത്. കുഹകരാർത്ഥം ഇവ ഉക്തം എന്താണ് ഊഷ്യ എന്ന് പറയുന്നു. ഉക്തം ഊഷ്യ. അപ്പം കുഹകരാർത്ഥം ഇവോക്തം ഊഷ്യ എന്നാണ് ചേർത്ത് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കൂടി നമുക്ക് വേണ്ടുന്ന ശ്രദ്ധിക്കാം. തത എന്ന് പറഞ്ഞാൽ തത, ഇവിടെ അതേ, അതേ എന്നുള്ളത്. പിന്നെ വൈ, തദ്വൈ എന്ന് പറയുന്നതിനെ പിരിച്ചപ്പോഴാണ് തത പ്ലസ് വൈ കിട്ടിയത്. തത് പ്ലസ് വൈ, തദ്വൈ. തദ്വൈ. ധനുസ്ത എന്ന് പറയുന്നത് ധനുഹു പ്ലസ് തേ ആണ് ധനുസ്ത. അവിടെ ധനുസ്ത. ഇഷവ, അപ്പൊ തതെന്ന് വെച്ചാൽ അതേ, വൈ എന്ന് വെച്ചാൽ തീർച്ചയായും, ധനുഹു തേ എന്ന് പറയുമ്പോ അതേ ധനുസ് തന്നെ എന്നുള്ളത്, അതേ ധനുസ് തന്നെ. പിന്നെ ഇഷവ എന്ന് പറയുമ്പോഴ് എന്താണ് ശരങ്ങൾ, അതേ ശരങ്ങൾ തന്നെ, അതാണ് ശരങ്ങൾ. സഹ, വീണ്ടും സഹ പറഞ്ഞേക്കുന്നു. അവിടെ എന്താണ് അതേ വെച്ചാൽ അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. അതേ. രഥോ എന്ന് പറയുന്നത് പിരിക്കുമ്പോൾ രഥം, രഥം എന്ന് വരും. ഹയാസ്തേ, അതും വിസർഗമാണ്. ഹയാഹ പ്ലസ് തേ, അതാണ് ഹയാസ്തേ. അതേ അശ്വങ്ങൾ. ഹയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അശ്വങ്ങൾ. ഹയാസ്തേ. സഹ, സോഹം, പിന്നെയും പറയുന്നു സോഹം. സോഹം എന്ന് എപ്പോഴും നമ്മൾ പറയും. സഹ പ്ലസ് അഹം, ക്രിയായോഗക്കാർ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കാണ് സോഹം എന്ന് പറയുന്നത്. അതേ ഞാൻ തന്നെ, അതേ ഞാൻ. സഹ പ്ലസ് അഹം, സോഹം, അതേ ഞാൻ. രഥി എന്ന് പറഞ്ഞാൽ യോദ്ധാവ്. നൃപതയ, നൃപന്മാരെല്ലാം, രാജാക്കന്മാരെല്ലാം. യഥഹ, ആരുടെ. യഥ ആനമന്തി, അതാണ് യഥ, യഥഹ എന്നവിടെ എടുത്തത്. യഥഹ, ആരുടെ. ആനമന്തി എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം വരുന്നത്. ആനമന്തി അല്ലാതെ ആന അവിടെ വരുന്നില്ല. ആനമന്തി ആദരിക്കുക. സർവം എന്ന് പറഞ്ഞാൽ എല്ലാം. സർവം ക്ഷണേന തദഭൂത് അസതീശരിക്തം. അപ്പം സർവം എന്ന് പറഞ്ഞാൽ എല്ലാമായിട്ടുള്ളത്, എല്ലാം. ക്ഷണേന, നിമിഷ നേരം കൊണ്ട്. തത്, തതേ പ്ലസ് അഭൂതേ പ്ലസ് അസതീശരിക്തം, അതാണ് തത്, അവയെല്ലാം. അഭൂത എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. അസത് എന്ന് പറഞ്ഞാൽ നിഷ്പ്രയോജനം, യാതൊരു പ്രയോജനം ഇല്ലാത്തതായി പോയി, നിഷ്പ്രയോജനം. ഈശ എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ, ഈശ്വരനാൽ. രിക്തം എന്ന് പറഞ്ഞാൽ ശൂന്യമായി. അപ്പൊ ആ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. തത് അഭൂത് എന്നുള്ളത്. അപ്പൊ തതെന്ന് പറഞ്ഞാൽ അവയെല്ലാം. അഭൂത എന്ന് വെച്ചാൽ ആയിത്തീർന്നു. തത് അഭൂത്. അസത് നിഷ്പ്രയോജനം. ഈശ ഈശ്വരനാൽ. രിക്തം ശൂന്യമായി. അടുത്ത സെന്റൻസ്, അടുത്ത ലൈന്. ഭസ്മൻ എന്ന് പറഞ്ഞാൽ ഭസ്മൻ തന്നെ. ഹുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് വെണ്ണ സമർപ്പിക്കുക, ഹുതം. പിന്നെ കുഹക, കുഹകാരാർത്ഥം, ആ വാക്ക് വലിയ വാക്ക. കുഹകരാർത്ഥം എന്ന് വെച്ചാൽ മന്ത്രവിദ്യയാൽ സൃഷ്ടിക്കപ്പെടുന്ന
പണം. അതിനെയാണ് നമ്മളെ എന്താണ് മാജിക്കൊക്കെ നടത്തുമ്പോൾ പൈസ ഉണ്ടാക്കി കാണിക്കത്തില്ലേ മാജീഷ്യനെ, അതാണ് കുഹകരാർത്ഥം എന്ന് പറയുന്നത്. മന്ത്രവിദ്യ കൊണ്ട് അവർ കാമ്പിയൊന്നും ചുറ്റുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നത്. മന്ത്രവിദ്യയാൽ സൃഷ്ടിക്കപ്പെടുന്ന ധനം കുഹകരാർത്ഥം. ഇവ അതുപോലെ കുഹകരാർത്ഥം ഇവ. പിന്നെ ഉക്തം എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. വിതയ്ക്കാന്ന് വെച്ചാൽ ഇടുക, വിതയ്ക്കുക. ഊഷ്യ എന്ന് വെച്ചാൽ മരുസ്ഥലത്തെ, വെള്ളം കിട്ടാത്ത സ്ഥലത്തിനെയാണ് ഊഷ്യ എന്ന് പറയുന്നത്. ഇത്രയും വാക്കുകൾ, ഒരുപാട് വാക്കുകളുള്ള ഒരു ശ്ലോകമാണത്. തദ്വൈതനുസ്ത ഇഷവസ്സ രഥോ ഹയാസ്തേ സ്വഹം രഥീ നൃപതയോ യദയാനമന്തി സർവം ക്ഷണേന തദഭൂതസദീശരിക്തം പസ്മിൻ ഹുതം കുഹകരാർത്ഥം ഇവോക്തമൂഷ്യ. ഇത്രയും വാക്കാണ് ഇവിടെ ഉള്ളത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദൈധനുസ്ത ഇഷവ സരോദഹയസ്തേ സോഅഹം രതി നൃപതയോ യദ ആനമന്തി സർവം ക്ഷണേന തദ അഭൂത സദിശരിക്തം ഭസ്മാൻ ഹുദം കുഹഹര കുഹകരാർത്ഥം ഭസ്മാൻ കുഹഹരാർത്ഥം ഇവോക്ത ഉഷ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. തദ്വൈ, ഒന്നുകൂടെ ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ പ്രഭു. തദ്വൈ ധനുസ്ത ഇഷവ സ രഥോ ഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതസദീശരിക്തം പസ്മൻ ഹുതം കുഹകരാർത്ഥമിവോക്തമുഷ്യ. ഹരേ കൃഷ്ണ. ഒരാളൂടെ വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തഥൈധനുസ്ത ഇഷവഃ സരദോഃ ഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതന സദീശരിക്തം ഭസ്മൻ ഹുതം കുഹകരാന്ത വിവോക്തമുഷ്യാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തദഭൂത അസദീശരിക്തം. തദഭൂത അസദീശരിക്തം. അതുപോലെ കുഹകരാർത്ഥം ഇവോക്തമുഷ്യ. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിക്കണമെന്ന് പറഞ്ഞു. വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തദ്വൈ ധനുസ്ത ഇഷവ സരഥോ ഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതസദീശരിക്തം ഭസ്മൻ ഹുതം കുഹകരാർത്ഥമിവോക്തം മൂഷ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വിവർത്തനത്തിലേക്ക് പോകാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പർട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഹരേ കൃഷ്ണ. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുവിൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാക്ഷാദാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് അതിന്റെ വിവർത്തനം നോക്കാം. അപ്പം തദ്വൈ എന്ന് പറഞ്ഞു അല്ലെ. തദ്വൈ അതേ നിശ്ചയമായും. ധനുസ്ത ഇഷവ എന്ന് പറഞ്ഞു. എന്റെ കൈവശത്തിൽ അതേ ഗാന്ധീവധനുസ്സും, എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗാന്ധീവധനുസ്, അതേ ഗാന്ധീവധനുസ്സാണ് ഇപ്പോഴും എന്റെ കയ്യിലുള്ളത്. അതേ അസ്ത്രങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന അതേ അസ്ത്രങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ അതേ അശ്വങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന അശ്വങ്ങളാൽ വലിക്കപ്പെടുന്ന രഥവുമാണ് ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചുണ്ടായ സംഭവത്തെ കുറിച്ച് പറയുകയാണ് ജ്യേഷ്ഠനോട്. എന്റെ കയ്യിൽ നേരത്തെ ഞാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന എന്റെ പ്രൗഢ ഗംഭീരമായ ആ ഗാന്ധീവധനുസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന അതേ അസ്ത്രങ്ങളുമാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്.
അതുപോലെ അതേ അശ്വങ്ങളാൽ വലിക്കപ്പെടുന്ന രഥവുമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും അല്ലെങ്കിൽ ആ രഥത്തിലാണ് ഞാൻ ഇരുന്നത്, അതേ രഥത്തിൽ തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. സർവമാന രാജാക്കന്മാരും എന്ന് വെച്ചാൽ അത് തത്വൈ ധനുസ്ത ഇഷവസ്സ രഥോ ഹയാസ്തേ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് അതേ ധനുസ്, അതേ ഇഷവ, അതേ രഥം, അതേ കുതിര. ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം അതാണ്. അതേ ധനുസ്, അതേ ഇഷവ, ഇഷവ എന്ന് പറഞ്ഞ എല്ലാ അർത്ഥം ഞാൻ പറഞ്ഞു, ശരങ്ങള്, അതേ രഥം, അതേ കുതിരകൾ. ഇനി അടുത്ത സോഹം രഥീ നൃപതയോ യഥ ആനമന്തി. അപ്പം സോഹം അതേ ഞാനാണ് ഉണ്ടായിരുന്നത്. സോഹം എന്ന് വെച്ചാൽ സഹ പ്ലസ് ഞാൻ, അഹം എന്ന് വെച്ചാൽ ഞാൻ, അതേ ഞാനായിരുന്നു, അതേ അർജുനനായ ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതേ യോദ്ധാവ് തന്നെയായിരുന്നു ഞാൻ, എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, അതേ യോദ്ധാവ് തന്നെയായിരുന്നു ഞാൻ. അതുപോലെ അതേ രാജാക്കന്മാരെല്ലാവരുമാണ് ഉണ്ടായത്. അപ്പൊ അതേ രാജാക്കന്മാരെല്ലാം അന്ന് എന്നെ എന്താണ് ആദരിച്ചു കൊണ്ടിരുന്ന എല്ലാ രാജാക്കന്മാരും ആദരിക്കുന്ന ആ ഞാൻ തന്നെയാണ് ഉണ്ടായത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. സോഹം രഥീ നൃപതയോ യഥാനമന്തി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ എന്നെ ആദരിച്ചു കൊണ്ടിരുന്ന എല്ലാ രാജാക്കന്മാരും ആദരിക്കുന്ന ഞാൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് യാതൊരു മാറ്റവും പറ്റിയിരുന്നില്ല. ആനമന്തി, അവരെല്ലാം എന്നെ ആദരിച്ചിരുന്നു, അങ്ങനെയുള്ള അർജുനനായിരുന്നു ഞാൻ. പക്ഷേ സർവം ക്ഷണേന തദഭൂത സതീശരിക്തം. സർവം എന്ന് വെച്ചാൽ എല്ലാം, ക്ഷണേന നിഷണ നേരം കൊണ്ടേ അവയെല്ലാം തന്നെ എന്താണ് അസദായി തീർന്നു, അസദീശ. അപ്പം അസദീശരിക്തം, ഭഗവാനാൽ അവയെല്ലാം ശൂന്യമാക്കപ്പെട്ടു. അപ്പൊ അതേ ഞാൻ തന്നെയായിരുന്നുണ്ടായിരുന്നു, അതേ വില്ലുകളായിരുന്നു, അതേ അമ്പുകളായിരുന്നു, അതേ രഥമായിരുന്നു, എല്ലാവരും ആദരിച്ചിരുന്ന ഞാനായിരുന്നു അതിലിരുന്നത്. പക്ഷേ ക്ഷണനേരം കൊണ്ട് എന്ത് സംഭവിച്ചു? അതെല്ലാം നിഷ്പ്രയോജനമായി തീർന്നു. ആ വാക്കിന്റെ ആ സെന്റൻസിന്റെ അർത്ഥം അങ്ങനെ എടുക്കണം. സർവം ക്ഷണേന തപതോ അസതീശരിക്തം പസ്മൻ ഹുദം കുഹകരാത്തം ഇവോക്തമുഷ്യാം. കമ്പയർ ചെയ്യുന്നു. എങ്ങനെയാണ്? പസ്മൻ, പസ്മൻ എന്ന് വെച്ചാൽ ഭസ്മൻ തന്നെ, ഹുദം വെണ്ണ, ഇതൊക്കെ. അപ്പൊ എന്താണ് അത് അങ്ങനെ ആയി തീർന്നത്? ഭസ്മം എന്ന് പറഞ്ഞാൽ നമ്മള് ചാരം എന്ന് ഉദ്ദേശിച്ചാൽ മതി. അത് ഭസ്മമായിട്ട് വേണേലും പറയാം, ചാരമായിട്ട് വേണേലും പറയാം. ആ ഭസ്മത്തിലേക്ക് എന്താണ്? ശുദ്ധമായ വെണ്ണയെ നല്ലപോലെ നിർമ്മലമാക്കിയ ശേഷം അതിനെ എന്താണ് വെണ്ണയെ നെയ്യാക്കി നല്ല ശുദ്ധമാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ചാരത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭസ്മത്തിലേക്ക് തന്നെയാണ് കൂടിക്കോളൂ, അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്തു ചെയ്യുന്നു? അത് ആളിക്കത്തേയുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ അതുപോലെയോ അല്ലെങ്കിൽ കുഹകരാർത്ഥം ഇവോക്തമുഷ്യാം, മന്ത്രവിദ്യയാൽ പണം ഉണ്ടാക്കി എടുക്കുന്നത് കാണാം, അല്ലേ? അപ്പൊ ആ മന്ത്രവിദ്യ കൊണ്ട് മജീഷ്യൻ ഉണ്ടാക്കുന്ന പണം നിഷ്പ്രയോജനമായി തീരുന്നത് പോലെ. അപ്പൊ അല്ലെങ്കിൽ 3 എക്സാമ്പിൾസ് പറഞ്ഞേക്കാം. എന്താണ്? മരുസ്ഥലത്ത് കൊണ്ട് എന്താണ് ഈ കുഹകരാത്തം ഇവോക്തമുഷ്യ എന്ന് പറഞ്ഞാൽ മന്ത്രവിദ്യയാൽ സൃഷ്ടിക്കപ്പെടുന്ന ധനം പോലെയോ, അല്ലെങ്കിൽ മരുഭൂമിയിൽ ജലം കിട്ടാത്തിടത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ എന്ത് സംഭവിക്കുമോ അതുപോലെയോ ആയി തീർന്നു ഇതെല്ലാം. അതേ ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്, അതേ അമ്പുകളാണ് ഉണ്ടായിരുന്നത്, അതേ വില്ലുകളാണ് ഉണ്ടായിരുന്നത്, അതേ ഞാൻ തന്നെയായിരുന്നു അവിടെ ഇരുന്നിരുന്നത്, അതേ രഥത്തിൽ തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. മറ്റ് രാജാക്കന്മാരെല്ലാം എന്നെ ആദരിച്ചിരുന്ന ഞാൻ തന്നെയായിരുന്നു അവിടെ ഇരുന്നത്. പക്ഷേ കൃഷ്ണൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ പോയില്ല. കൃഷ്ണൻ ഉള്ളിലുണ്ട്, പക്ഷേ കൃഷ്ണന്റെ പ്രസൻസ് അവിടെ ഇല്ലാതെ വന്നപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? അതെല്ലാം നിഷ്പ്രയോജനമായി. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഭസ്മത്തിലേക്ക് നിർമ്മലമായ വെണ്ണ ഒഴിച്ചാൽ പ്രയോജനമായി ഇല്ലാതായി തീരുന്നത് പോലെയോ, മന്ത്രവിദ്യയാൽ സൃഷ്ടിക്കപ്പെടുന്ന ധനത്തിന് പ്രയോജനമില്ലാതായി തീരുന്നത് പോലെയോ, അതുപോലെ മരുസ്ഥലത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ എന്ത് സംഭവിക്കുമോ അതുപോലെയോ ആയി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവർത്തനം ഞാൻ വായിക്കാം. എന്റെ കൈവശം അതേ ഗാന്ധീവധനുസും അതേ അസ്ത്രങ്ങളും അതേ അശ്വങ്ങളാൽ വലിക്കപ്പെടുന്ന രഥവുമാണ് ഉണ്ടായിരുന്നത്. സർവമാന രാജാക്കന്മാരും ആദരിച്ചിരുന്ന അതേ അർജുനനെ പോലെ തന്നെയാണ് ഞാൻ അവയൊക്കെ പ്രയോഗിച്ചതും. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭാവത്തിൽ അവയെല്ലാം ക്ഷണേന നിഷ്ഫലമായി തീർന്നു. അത് വിമലീകരിച്ച വെണ്ണ ചാരത്തിന് സമർപ്പിക്കുന്നത് പോലെയും മാന്ത്രിക ദണ്ഡാൽ സ്വരൂപിച്ച ധനം പോലെയും അല്ലെങ്കിൽ ഊഷരഭൂമിയിൽ വിതച്ച വിത്ത് പോലെയുമായി തീരുന്നു. അപ്പം അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശ്രീലപ്രഭുപാദന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, കടം കൊണ്ട തൂവലിൽ അഥവാ കൃത്രിമമായ പീലിയിൽ നാം ഒരിക്കലും അഹങ്കരിക്കരുത്. മറ്റുള്ളവരോട് പണം വാങ്ങിച്ച് വലിയ ആളാവാൻ നോക്കരുത്. അതുപോലെ
കൃത്രിമമായി ഉണ്ടാക്കുന്ന ഭംഗിയിൽ നാം അഹങ്കരിക്കരുതേ. അപ്പൊ അത് ഏത് സമയത്താണ്, അല്ലെങ്കിൽ നമുക്ക് കടം വീട്ടാതെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കടം വീട്ടാൻ കഴിയാതെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ നമുക്ക് ഒരുപാട് സൗന്ദര്യം വേണമെന്നും പറഞ്ഞ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ഒരു സമയത്ത് നിഷ്ഫലമായി പോകുന്നത് പോലെ എല്ലാ തരത്തിലുള്ള ശക്തികളും അധികാരങ്ങളും പരമസ്രോതസ്സായ കൃഷ്ണനെ ഭഗവാനിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം ഭഗവാന്റെ അംശമായി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മള് ഭഗവാനെ കുറിച്ച്, ഭഗവാൻ സ്വയം രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ ശക്തികളും അർജുനന് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഭഗവാൻ അവിടെ നിന്ന് ആ സ്വയം രൂപം കഴിഞ്ഞു ഭഗവാൻ പോയി കഴിഞ്ഞു. ഭഗവാന്റെ പ്രഭവിലാസവും വൈഭവവിലാസവും സംവിധാദിനി അതെല്ലാം കൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അപ്പൊ ആ ഒരു സംവിത്ത സന്ധിനി ക്ലാദിനി, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം നിഷ്ഫലമായി തീരുകയും ചെയ്തു. എന്നാൽ ഭഗവാന്റെ സ്പിരിച്വൽ എനർജിയാണ് നമ്മള്, അല്ലെ? ഭഗവാന്റെ ആ അന്തരംഗ ശക്തിയുടെ ഒരു സ്പിരിച്വൽ എനർജിയാണ് നമ്മളെങ്കിലും നമ്മള് എന്താണ്, സ്പിരിച്വൽ എനർജി ആണെന്ന് എങ്ങനെ പറയാം? ആരെങ്കിലും ഒന്ന് പറഞ്ഞ്. നമ്മള് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ്? ഭഗവാന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെ? ഭഗവാന്റെ 2 ശക്തികളുണ്ട്. എന്തൊക്കെയാ? ഭഗവാൻ 3 ശക്തികളാണ് ഞാൻ പറഞ്ഞു തന്നെ. എന്തൊക്കെയാ? അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. നമ്മൾ ആരാണ്? തടസ്സ ശക്തി. തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി എന്ന് പറയുന്നത് എന്തിനകത്ത് വരുന്നതാണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്? എനിക്ക് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു ശക്തി കൂടിയുണ്ട്. ആ ശക്തിയാണ് തടസ്ഥ ശക്തി, അല്ലെ? പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. ആ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആ ശക്തിയാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. ആ തടസ്ഥ ശക്തിയാണ് നമ്മള്. ആ തടസ്ഥ ശക്തിയിൽപ്പെട്ടവരായതുകൊണ്ട് നമ്മളെ ആ പരാപ്രകൃതിയെ നമ്മള് എന്താണ്, സ്പിരിച്വൽ എനർജിയാണ്. പക്ഷെ നമുക്ക് ആ സമയത്ത് ഭഗവാൻ തരുന്ന ഓരോ കാര്യങ്ങളുമേ നമുക്ക് പ്രയോജനപ്രദമാകുള്ളൂ. ഭഗവാൻ നമ്മളിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഏറ്റവും വലിയ കാര്യമായിട്ട് എത്ര പേരുണ്ടെങ്കിലും ശരി, ഭഗവാൻ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് പോയി, അത് പോയി, പിന്നെ നമുക്കവിടെ അവരെ കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതെല്ലാം ഭഗവാൻ പിൻവലിക്കുന്ന ക്ഷണത്തിൽ അവയൊക്കെ പ്രവർത്തനരഹിതമായി തീരും, അല്ലെങ്കിൽ അവരെല്ലാം ഇല്ലാതെയായി തീരും. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് ഇത് വായിച്ചു തരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വെട്ടമുള്ളത് കൊണ്ട്, ഇല്ലേ? എന്താണ്, ലൈറ്റ് ഉള്ളത് കൊണ്ട്. ഈ പ്രകാശം വൈദ്യുത ഭവനിൽ നിന്ന് അവരിതങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ട് ഇതങ്ങ് ഓഫായി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കാണാനും പറ്റില്ല, പറഞ്ഞു തരാം, വായിച്ചു തരാനും പറ്റില്ല. എന്തെങ്കിലും എനിക്ക് അറിയാവുന്നത് പറയാമെന്നല്ലാതെ ഈ പുസ്തകത്തിൽ നോക്കി എനിക്ക് വായിച്ചു തരാൻ പറ്റുകയില്ല. അപ്പം വെട്ടം കിട്ടുകയില്ല. എത്ര വിളക്കുകൾ ഇവിടെ വെച്ചാലും ശരി, എത്ര ലൈറ്റ് ഇട്ടാലും ശരി, ആ ലൈറ്റ് പ്രകാശരഹിതമായിരിക്കും. എന്തുകൊണ്ട്? അവിടെ വോൾട്ടേജ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതുപോലെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അപ്പം എന്താ അത് ശ്രീല പ്രഭുപാദിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എക്സാമ്പിൾ, അല്ലെ? വൈദ്യുതി സ്വീകരിക്കുന്നത് വൈദ്യുതി ഭവനിൽ നിന്നാണ്. വൈദ്യുതി ഭവനിൽ നിന്നും വൈദ്യുതി നിർത്തലാക്കുന്ന പക്ഷം വൈദ്യുതി വിളക്കുകൾ നിഷ്പ്രയോജനങ്ങളായി തീരുന്നത് പോലെ ഭഗവാന്റെ പരമേച്ഛയാൽ ഒരു നിമിഷം കൊണ്ട് അത്തരം ശക്തികൾ സൃഷ്ടിക്കപ്പെടുകയും അവയെ സംഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്ത പക്ഷം നമുക്ക് ഇതൊന്നും കഴിയയില്ല. ഈ നാഗരികതയിൽ നമ്മൾ കിടന്ന് അഹങ്കരിക്കുന്നു. നമ്മുടെ എന്താണ്, നമ്മൾ എത്രമാത്രമാണ് നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോയിടത്തും നമ്മൾ അഹങ്കരിക്കുകയും നമ്മളുടെ അഹങ്കാരം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതൊക്കെ വെറും കുട്ടിക്കളിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ കൊച്ചു കുട്ടികളെ കളിക്കാൻ വിടുന്നു. കളിക്കാൻ വിട്ടിട്ട് തിരിച്ചു വരത്തില്ല അവർക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ കളിച്ചുകൊണ്ടേയിരിക്കും. എത്ര വിളിച്ചാലും അമ്മമാര് ചെന്ന് എത്ര വിളിച്ചാലും വരില്ല. അവസാനം വിളിച്ച് ക്ഷമ എന്ത് ചെയ്യുന്നു? തീർച്ചയായും വന്നേ ഉള്ളൂ പറ്റൂ എന്ന് നിർബന്ധിച്ച് വടിയെടുക്കുന്ന അവസരത്തിൽ, അഥവാ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോരുന്ന അവസരത്തിൽ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് വന്നേ പറ്റിയുള്ളൂ എന്നതുപോലെ. അപ്പം ഇവിടെ പല പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി നിശ്ചയമായിട്ട് അങ്ങനെ ഭയങ്കര രീതിയിൽ നമ്മൾ സന്തോഷിച്ച് വലിയ പണക്കാരായി വലിയ കോടീശ്വരന്മാരായി ജീവിക്കുകയാണെങ്കിൽ പോലും ഭഗവാന്റെ പരമമായ അനുഗ്രഹം ഇല്ലാതെ വരുമ്പോൾ ഭഗവാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല, തിരിച്ചു പോയേ നമുക്ക്
പറ്റുകയുള്ളൂ. അപ്പൊ ഈ അനുഗ്രഹങ്ങളെല്ലാം ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത്. ഭഗവാൻ ഈ അനുഗ്രഹം നമുക്ക് തന്നില്ലെങ്കിൽ അതിനെ നമ്മുടെ മൃതശരീരത്തെ അലങ്കരിച്ച് നല്ല മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ ഏതെല്ലാം രീതിയിൽ ലാസ്റ്റ് അലങ്കാരമാണല്ലോ. അപ്പൊ ഏതെല്ലാം രീതിയിൽ അലങ്കരിക്കാമോ ആ രീതിയിലെല്ലാം നമ്മൾ അലങ്കരിച്ച് കിടത്തിയാലും ശരി, അതെല്ലാം എത്ര മിനിറ്റ് നേരത്തേക്ക് ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് പോലെ ഇതെല്ലാം ഇന്ന് കാണുന്ന ഈ അഹങ്കാരങ്ങളും അലങ്കാരങ്ങളും ഈ നാട്ടിൽ നടത്തുന്ന ഈ വേലത്തരങ്ങളെല്ലാം തന്നെയും ഭഗവാന്റെ ആ അനുഗ്രഹം ഇല്ലെങ്കിൽ നിഷ്പ്രയോജനമായി മാറും. പിന്നെ എത്ര പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോഴും ആ ഉണ്ടാക്കുന്ന പണം എല്ലാം ഭഗവാൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർന്നു അതെല്ലാം എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ സംസ്കാരത്തെ കുറിച്ചും അതുപോലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതെല്ലാം ശ്രീല പ്രഭുപാദര് പറഞ്ഞേക്കുന്നത് ശുദ്ധമായ വെണ്ണ ചാരത്തിന് സമർപ്പിക്കുന്നത് പോലെയും മാന്ത്രികദണ്ഡിനാൽ സൃഷ്ടിച്ച ധനം ശേഖരിക്കുന്നത് പോലെയും മരുഭൂമിയിൽ വിത്ത് വിതരിക്കുന്നത് പോലെയുമാണെന്നൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. അപ്പൊ എല്ലാം നമ്മൾ ഇതൊന്നും ഉപയോഗിക്കണ്ട എന്നുള്ളതല്ല, ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇതിനൊരു അന്ത്യം ഉടനെ ഉണ്ടാകും. നമുക്ക് ഇത്ര വയസ്സ് വരെ, നമുക്ക് എത്ര സമയത്തേക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. ഏത് സമയം നമ്മൾ വിളിക്കപ്പെടാം, അല്ലെങ്കിൽ ഏത് സമയം നമ്മൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരെ വിളിക്കപ്പെടാം, അല്ലെങ്കിൽ ഏത് സമയവും നമ്മുടെ സമ്പത്ത് ഇല്ലാതാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭംഗി ഇല്ലാതാകാം. നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ വളരെ ഭംഗിയുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഏത് സമയമാണ് ആ ബ്യൂട്ടി, ആ ഭംഗിക്ക് കുറവ് വരുന്നത് എന്നുള്ളത് നമ്മളെ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. അല്ലാതെ അതിലൊന്നും നമ്മളെ അഹങ്കരിക്കരുത് എന്നുള്ളതാണ്. ധനവാന്മാരെ അഹങ്കരിക്കുന്നതിനനുസരിച്ച് ലോകം ഇന്ന് അതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെയും എപ്പോഴാണ് ഇല്ലാതാകുന്നത് എന്ന് നമ്മൾ, കാരണം അവരുടെ നല്ല കർമ്മം, നമുക്കറിയാം കർമ്മത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കർമ്മം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കർമ്മം ചെയ്തവർക്ക് കുറെ നാൾ അവർക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അവര് അത്രമാത്രം ഇതിനു മുമ്പ് ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വിളയാടാനായിട്ട് ഭഗവാൻ ഒരു അവസരം ഇവിടെ കൊടുക്കും. പക്ഷെ അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇവിടെ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇതില് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല. ഞാൻ അതേ വ്യക്തി തന്നെ ആയിരുന്നെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധം ഇവിടെ പറയുക. അടുത്ത ശ്ലോകം. രാജം സ്ത്വയാനുപൃഷ്ടാനാം സുഹൃദാന്ന സുഹൃത്പുരേ വിപ്രശാപവിമൂഢാനാം നിഗ്നതാ മുഷ്ടിഭിർമിഥ വാരുണീം മദിരാം പീത്വാ മദോന്മഥിതചേതസാം അജാനതാമിവാന്യോന്യം ചതുപഞ്ചാവശേഷിതാഃ. രാജം സ്ത്വയാനുപൃഷ്ടാനാം സുഹൃദാം ന സുഹൃത്പുരേ വിപ്രശാപവിമൂഢാനാം നിഗ്നതാ മുഷ്ടിഭിർമിഥ വാരുണീം മദിരാം പീത്വാ മദോന്മഥിതചേതസാം അജാനതാമിവ അന്യോന്യം ചതുപഞ്ചാവശേഷിതാഃ. ഇതിലും ഒരുപാട് വാക്കുകൾ ഉള്ളതാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക, ധാരാളം വാക്കുകളാണ് ഈ ശ്ലോകങ്ങളിലുള്ളത്. അപ്പം രാജം സ്ത്വയാനുപൃഷ്ടാന, ആദ്യത്തെ വാക്ക് രാജം സ്ത്വയാനുപൃഷ്ട. രാജം എന്നിവിടെ കിടക്കുന്ന രാജൻ എന്ന് വിളിക്കുകയാണ്. ഹേ രാജാവേ എന്ന് വിളിക്കുകയാണ്. അപ്പൊ ജ്യേഷ്ഠനെ വിളിക്കുകയാണ്, ഹേ രാജാവേ. സ്ത്വയാനുപൃഷ്ടാനം എന്ന് പറഞ്ഞാൽ അവിടെ സായ വന്നിരിക്കുന്ന വിസർഗം കൊണ്ടാണ്. രാജൻ എന്നുള്ള രാജം സ്ത്വയാനുപൃഷ്ടാനം. ത്വയ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ, അനുപൃഷ്ടാനം അങ്ങ് അന്വേഷിച്ചതുപോലെ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നില്ലേ. അർജുനൻ വന്നപ്പോൾ ജ്യേഷ്ഠൻ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ സ്വയാ അനുപൃഷ്ടാനം, രാജാവേ അങ്ങ് വീണ്ടും എന്നോട് ചോദിച്ചതുപോലെ, അങ്ങ് അന്വേഷിച്ചതുപോലെ സുഹൃദാം എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, ബന്ധുജനങ്ങൾ. സുഹൃദാം വാക്ക് പിരിക്കുന്നത് കൂടെ ഓർത്തോണം. രാജൻ ത്വയാ അനുപൃഷ്ടാന സുഹൃദാം, അത്രയായി. പിന്നെ അടുത്തത് സുഹൃദാം കഴിഞ്ഞിട്ട് നഹ എന്നൊരു വാക്കുണ്ട്. നഹ നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ, ഞങ്ങളുടെ എന്നൊക്കെ പറയുന്ന നഹ എന്ന വാക്ക് യൂസ് ചെയ്യും. നഹ നമ്മുടെ. പിന്നെ എന്താണ്? നഹ സുഹൃത്പുരേ, മിത്രങ്ങളുടെയും സുഹൃത്തുക്കളുടെ, നമുക്കറിയാം മിത്രങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും. നഹ നമ്മുടെ. പിന്നെ സുഹൃത്പുരേ എന്ന് പറഞ്ഞാൽ
സുഹൃത്പുരം എന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്പുരം ഏതാണ്? ദ്വാരകാനഗരം. ദ്വാരകാനഗരത്തിൽ വിപ്രരെ ബ്രാഹ്മണരാണ് അല്ലെ, വിപ്ര, പിന്നെ ശാപ, വിപ്രശ ശാപ എന്ന് എന്റെ പുസ്തകത്തിൽ 2 ശാ കിടപ്പുണ്ട്, ഒരു ശാമതി. വിപ്ര ശാപം, വിപ്ര ബ്രാഹ്മണരുടെ ശാപം നിമിത്തം, ശാപം കൊണ്ട് വിമൂഢന്മാരാക്കി, വിഡ്ഢികളാക്കപ്പെട്ടവരെ, മണ്ടന്മാരാക്കപ്പെട്ടവരെ, പിന്നെ നിഗ്നത എന്ന് വെച്ചാൽ വധിക്കപ്പെട്ടു, മരണമടഞ്ഞു. മുഷ്ടിഭി, എങ്ങനെയാണ്? മുഷ്ടിഭി, ഒരു കെട്ട് ദണ്ട് ഉപയോഗിച്ച്, ദണ്ടുകളാൽ. മിഥ, അന്യോന്യം. വാരുണി എന്ന് പറയുന്നത് പുളിച്ചിപ്പിച്ച അരി, നമ്മൾ അരി പുളിപ്പിച്ചെടുക്കുന്നത്. മദിര, മദ്യം. പീത്വ, പാനം ചെയ്ത ശേഷം, കുടിച്ചിട്ട്. മത ഉന്മഥിത എന്ന് പറഞ്ഞാൽ ലഹരി പിടിച്ച്. ചേതസ, ആ മാനസികാവസ്ഥയിൽ. അജാനത, തിരിച്ചറിയാൻ വയ്യാതെ. ഇവ എന്ന് പറഞ്ഞാൽ പോലെ. അന്യോന്യം, തമ്മിൽ പരസ്പരം. ചതുഹു, 4. പഞ്ച, 5. അവശേഷിത, ഇപ്പോൾ അവശേഷിക്കുന്നു. ഒരുപാട് വാക്കുകളുണ്ട്, എന്നോട് ഞാൻ പറയാം. രാജ്യം, സ്ത്വയാ, അനുപൃഷ്ടാന, അങ്ങ് അന്വേഷിച്ചതുപോലെ. സുഹൃതാം, മിത്രങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും. നഹ, നമ്മുടെ. സുഹൃത്പുരിയിൽ, ദ്വാരകാപുരിയിൽ. വിപ്ര, ബ്രാഹ്മണരുടെ. ശാപം, വിപ്രശാപ വിമൂഢാനാം ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശാപം നിമിത്തം. വിമൂഢാനാം, വിഡ്ഢികളാക്കപ്പെട്ടവർ. നിഗ്നതാം, വധിക്കപ്പെട്ടു. മുഷ്ടിഭിഹി, എങ്ങനെ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്? ഒരു കെട്ടു ദണ്ടുകളാൽ. മിതഹ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച്, അന്യോന്യം. വാരിണി, എങ്ങനെയാണ് അത് സംഭവിച്ചത്? വാരിണി, പുളിപ്പിച്ച അരി, അതിൽ നിന്നുണ്ടാക്കിയ മദിര, മദ്യം. പീത്വ, പാനം ചെയ്ത ശേഷം, കുടിച്ച ശേഷം. മത ഉന്മഥ എന്ന് വെച്ചാൽ ലഹരിയിലായി തീർന്ന അവർ. ചേതസ, ആ മാനസികാവസ്ഥയിൽ. അജാനത, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ബന്ധുക്കളാണ്, ജ്യേഷ്ഠനും അനിയനുമാണെന്ന് പോലും അറിയാൻ വയ്യാതെ. ജാനത, തിരിച്ചറിയാതെ. ഇവ എന്ന് പറഞ്ഞാൽ പോലെ. അജാനതാം ഇവാന്യോന്യം, ഇവ അന്യോന്യം, പരസ്പരം. ചതുഹു, 4. പഞ്ച, 5. അവശേഷിത, ഇപ്പോൾ അവശേഷിക്കുന്നു. അപ്പൊ അവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് ജ്യേഷ്ഠനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഭഗവാൻ അവിടെ ഓരോ കൊട്ടാരത്തിലും ഉണ്ടായിരുന്നു. ഓരോ കൊട്ടാരത്തിലും ഏത് രൂപത്തിൽ വന്നിരുന്നു? സ്വയം രൂപത്തിൽ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ രൂപം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞു. ആ സമയത്ത് സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം യഥാർത്ഥത്തില് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാല്, വിവർത്തനം ആദ്യം വായിച്ചിട്ട് പറയാം, അതിന് പറക്കോട്ടില്ല. അല്ലയോ രാജാവേ, ദ്വാരകാപുരിയിലെ നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും സൗഖ്യത്തെക്കുറിച്ച് ആരാഞ്ഞ് അങ്ങ് ശ്രമിച്ചാലും. ജ്യേഷ്ഠനോട് പറയാണ്, എന്നോട് ഇതെല്ലാം ചോദിച്ചില്ലേ, ഞാൻ പറയട്ടെ എന്ന് പറയാം. അവരെല്ലാവരും ബ്രാഹ്മണ ശാപത്തിന് പാത്രമായി തീർന്നു. അതുകൊണ്ട് പുളിച്ച അരിയിൽ നിന്ന് നിർമ്മിച്ച മദ്യം പാനം ചെയ്ത് അന്യോന്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മതോന്മത്തരായി ദണ്ടുകളാൽ പരസ്പരം യുദ്ധം ചെയ്തു. ഇപ്പോൾ 4 or 5 പേരൊഴികെ ബാക്കി എല്ലാവരും വധിക്കപ്പെടുകയോ പലായനം ചെയ്യുകയോ ചെയ്തിരിക്കുന്നു. അവിടെ ആരുമില്ല. അവിടെ എല്ലാവരും ഒന്നുകിൽ മരണമടഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ സംഭവിച്ച കഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജസ്തയാന് പൃഷ്ടാന സുഹൃദാംന സുഹൃത്പുരേ വിപ്രശാപ വിമൂഢാനാം നിഗ്നതാം മുഷ്ടിഭിർമിഥ വാരിണീം മദിരാം പീത്വ മതോന്മഥിത ചേതസാം അജാനതാം ഇവാന്യോന്യം ചതുപഞ്ചാവശേഷിത. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഒരു കാരണം, ഏതൊരു കാര്യം ഉണ്ടാകും, ഭഗവാൻ ഒരു കാര്യം കാരണം ഇതെല്ലാം നോക്കി വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ദ്വാരകാപുരി മുഴുവനും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അത്രയും ആൾക്കാർ, ഭഗവാന്റെ മക്കള് തന്നെ എത്ര പേര്, മക്കളും കൊച്ചുമക്കളും മരുമക്കളും അനന്തരവരി എന്ന് പറഞ്ഞ എല്ലാവരുമായിട്ട്
ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്ന ആ സുഹൃത്പുരത്തിൽ, സുഹൃത്പുരം എന്ന് പറഞ്ഞാൽ ദ്വാരകാപുരിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് അഹങ്കാരം ഉണ്ടായി. അവരെ അവിടെ നിന്ന് വന്നവരാണെങ്കിലും അതാണ്, ഭഗവാന് മാത്രമേ മാറ്റം വരാതിരിക്കുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഈ പ്രകൃതിയുടെ രീതിയിൽ, പ്രകൃതിയിലുണ്ടായ ആ ഒരിത് ഇവിടെ വരുമ്പോൾ ഈ ഭൗതിക ലോകത്തിന്റെ അഹങ്കാരം അവരെയും ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെ ബാധിച്ചിട്ട് അവര് യഥാർത്ഥത്തിൽ എന്തായി, തന്നെ തമ്മിൽ അറിയാൻ വയ്യാത്തവരായിട്ട് മാറി. അതിന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരെ എല്ലാം തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുപോകാൻ പല രീതിയിലുള്ള വിദ്യകളാണ് ഭഗവാന്, അതും കർമ്മഫലം അനുസരിച്ചെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ തിരിച്ചു കൊണ്ടുപോകേണ്ട വിദ്യകൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ നേരത്തെ വിഭാവന ചെയ്തിരിക്കുന്നു. അപ്പൊ കാരണം ഭഗവാൻ നമുക്ക് അറിയാം, ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ താമസിക്കുന്നിടത്തോളം ഇവിടുത്തെ ലാഞ്ചനകൾ അവരിൽ ഉണ്ടാകുമെന്നും അവരഹങ്കാരികളായി തീരുമെന്നും ഭഗവാന്റെ മക്കളായതുകൊണ്ട്, ഭഗവാന്റെ ഇതിൽ വന്നവരായതുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്നതിന് സാധ്യമല്ല എന്നും ഭഗവാന് തന്നെ അറിയാമായിരുന്നു. കാരണം ഭഗവാൻ വിചാരിച്ചാൽ കഴിയും, പക്ഷെ അവരെ ഉപദേശങ്ങളിൽ കൂടി നിയന്ത്രിക്കാൻ ഒരു രീതിയിലും കഴിയാത്ത രീതിയിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. അത്രമാത്രം എന്താണ് സ്വാതന്ത്ര്യവും ഭഗവാനെ ആൾക്കാരെന്നുള്ള ആ ചിന്താഗതി, ആ അഹങ്കാരം മനസ്സിൽ വളർന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് പോലും ചിലർക്ക് ആൾക്കാർക്കൊക്കെ ഒരു അല്പം ഭക്തി മനസ്സിലുണ്ട്, ഞാനൊരു ഭക്തനാണെന്ന് തോന്നുമ്പോഴേക്കും മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാൻ തോന്നും. ഞാനൊരു വലിയ ആളാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മിൽ ഉണ്ടാകും. ജ്ഞാനം അല്പം ഇപ്പൊ ഭാഗവതം ശരിക്കും അങ്ങോട്ട് വായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ആകുമ്പോഴേക്കും എന്ത് സമയം എനിക്കെല്ലാം അറിയാം, ആ ഒരു ചിന്താഗതി എന്നിൽ ഉണ്ടാകുമ്പോഴേ എന്ത് സംഭവിക്കും, എന്നിൽ അഹങ്കാരം അതോടൊപ്പം വളരും. ആ വളർന്നു വരുന്ന അഹങ്കാരത്തെ, അപ്പം ഇവൻ ഭക്തനായി കഴിഞ്ഞു, ആ അഹങ്കാരത്തെ താക്കാൻ പറ്റില്ല. ശുദ്ധഭക്തന്മാരിൽ മാത്രമേ അത് ഉണ്ടാകാതിരിക്കുകയുള്ളൂ, ബാക്കിയുള്ളവരിലെല്ലാം അങ്ങനെ ഉണ്ടാകും. അപ്പൊ ആ ഒരു നിമിഷ നേരത്തെ ആ ഒരു ഇതാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അവിടെ ഭഗവാൻ അറിയാം ഇവരുടെ ശക്തി അത്രമാത്രം വലുതാണ്. അപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ട്, അർജുനന്റെ മകൻ തന്നെ ബഭ്രുവാഹനൻ തന്നെ എന്താണ് മണിപ്പൂരിൽ വെച്ച് അർജുനനെ പരാജയപ്പെടുത്തുന്നു. അപ്പം ആ ഒരു ഇത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെ കൊടുക്കുന്ന സ്വാതന്ത്ര്യം വളരെ ഇതായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പം അവിടെ ബഭ്രുവാഹനൻ വരുമ്പോഴേ ഉലൂപിയാണ് വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. അർജുനന് കഴിവില്ലാഞ്ഞിട്ടാണോ, അർജുനനെ എന്താണ് കയ്യിൽ ഇത് ആയുധങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷേ ക്ഷണനേരത്തേക്ക് അവർക്കും ആ ശക്തി വളർന്നു കഴിഞ്ഞു. ഭഗവാൻ കൊടുത്ത ശക്തിയാണ്, ഇതെല്ലാം ഭഗവാൻ കൊടുത്ത ശക്തിയാണ്. പക്ഷെ അത് അവര് കുറച്ച് അഹങ്കാരമായിട്ട് ഉപയോഗിക്കുന്നു ചില സമയത്തെ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഭഗവാന്റെ കൂടെ ഇവിടെ വന്നവരാണ്, ഭഗവാന്റെ ശക്തി തന്നെയാണ് അവർക്കുള്ളത്. അങ്ങനെ വരുമ്പോഴേ അവർക്ക് ഇവിടെ വന്നപ്പോൾ ഭൗതികതയുമായി ചേർന്നപ്പോൾ ഭഗവാന് മാത്രമേ ഉള്ളൂ, എന്താണ് കൃഷ്ണബലരാമന്മാരേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ എന്തുമായിട്ട് ചേർത്ത് ഇവിടുത്തെ ഭൗതികതയിൽ പെട്ടുപോകാത്തത്. അപ്പൊ ഇവിടെ ഭൗതികതയിൽ പെട്ടുപോയിരിക്കുന്നു അവരെ ഇനിയും തിരിച്ചെത്തിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. അതിന് ഓരോ മാർഗങ്ങളും ഉണ്ട്, അത് ഭഗവാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോ കണ്ടു, എന്താണ് പത്നിമാരെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് ഒരു കൂട്ടം ആൾക്കാർ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ കർത്തിനൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ കൃഷ്ണന്റെയും ശാപം കിട്ടി അവരെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ശാപിച്ച് ബ്രാഹ്മണശാപം ഏറ്റിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഭഗവാൻ ഇച്ഛിക്കുന്നത്. കൃഷ്ണന്റെയും ജാമ്പവതിയുടെ എല്ലാ ഭാര്യമാർക്കും എന്തുണ്ട്, 10 മക്കളുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ 10 മക്കളെയും അവരുടേതായ ഭാവത്തിൽ കൂടി അവരൊക്കെ അങ്ങ് വളർന്നു കഴിഞ്ഞു. അങ്ങനെ കൃഷ്ണന്റെയും ജാമ്പവതിയുടെയും ഒരു പുത്രൻ ഉണ്ടായിരുന്നു, സാമ്പൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സാമ്പൻ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ഭാര്യമാർക്കും മക്കളെ കിട്ടിയപ്പോഴും ജാമ്പവതിക്ക് മക്കളെ കിട്ടിയിരുന്നില്ല. അപ്പം ജാമ്പവതിക്ക് വളരെ വിഷമമായി. അപ്പൊ ആ വിഷമമായപ്പോ എന്ത് സംഭവിച്ചു, ജാമ്പവതി ഓടി വന്ന് ഭഗവാനോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ പറഞ്ഞു നമുക്ക് ശിവനെ പോയി പ്രാർത്ഥിക്കാം, അങ്ങനെ ശിവനിൽ നിന്ന് നമുക്കൊരു കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവനെ അവര് തപസ് ചെയ്തു,
ഭഗവാനും പോയി. കാരണം ഭഗവാൻ എല്ലാ ലീലകളും സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് കാണിക്കുമായിരുന്നു. അങ്ങനെ ജാമ്പവതിയും അതുപോലെ കൃഷ്ണനും കൂടെ പോയി ശിവനെ തപസ് ചെയ്ത് ശിവൻ ഉണർന്നെ പ്രത്യക്ഷപ്പെടുന്നു. ശിവൻ ഒന്നെ വാരം കൂടി എനിക്ക് അങ്ങേപ്പോലൊരു മകനെ വേണം. എന്താണ് അതിന് കാരണമെന്ന് ആർക്കെങ്കിലും പറയാമോ? അങ്ങേപ്പോലൊരു മകനെ വേണമെന്ന് പറയാൻ കാരണം ഇതിലെ സംഹാരത്തിന് ആരാണ്? ശിവനാണ് നിൽക്കുന്നത് അല്ലെ? ആ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ. അപ്പൊ ആ സംഹാരത്തിന് ഉതകുന്ന രീതിയിൽ ഒരു മകനെയാണ് വേണ്ടത്. അങ്ങനെയാണ് ശിവൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു സാമ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ ശിവനെ സാമ്പൻ എന്ന് പറയും അല്ലെ? കാർത്തികേയന്റെ അംശമാക്കി ആരെ കൊടുത്തു? സാമ്പനെ കൊടുത്തു. കാർത്തികേയന്റെ അംശമാക്കി. അങ്ങനെ ശിവനെ പോലെ ഒരു മകനാണ് സാമ്പനായിട്ട് ജാമ്പവതിക്ക് കിട്ടുന്നത്. അപ്പൊ അത് ആ പുത്രനെ കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. വളരെ ശക്തി കൂടിയ ആളാണ്. ഒരുപാട് ശിവന് ശക്തി കുറവാണ്. അപ്പൊ അങ്ങനെ ആ ശക്തി വളരെ പ്രസിദ്ധമായ ശക്തിയായിരുന്നു. അതുകൂടാതെ ഭഗവാൻ എന്ത് ചെയ്തു? അവനെ പറഞ്ഞ് എവിടേക്ക് വിട്ടു? യുധിഷ്ഠിരന്റെ രാജധാനിയിലേക്ക് വിടുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ വിദ്യകളും പഠിച്ചെടുക്കുന്നു. വളരെ സമർത്ഥനായിത്തീരുന്നു. വളരെ മിടുക്കനാണ് പയ്യൻ, വളരെ മിടുക്കനായിത്തീരുന്നു. അങ്ങനെ ശിവനെ പോലൊരു പുത്രനെ അവർക്ക് കിട്ടി. അത് ക്രിയേഷനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന്, ആ റേസിനെ ഇല്ലാതാക്കുന്നതിന്, വംശത്തെ യാദവകുലത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഭഗവാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. യാദവരെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയുകയില്ല എന്ന് ഭഗവാന് തന്നെ അറിയാം. അതുകൊണ്ട് തമ്മിൽ അടിച്ചു പിരിഞ്ഞോട്ടെ, നമ്മളെ പിള്ളേർ പറയുന്നത് അടിച്ചു പിരിഞ്ഞു എന്ന് പറയുന്നത് പോലെ അവർ അടിച്ചു പിരിഞ്ഞോട്ടെ എന്ന് ഭഗവാൻ അവിടെ ഉദ്ദേശിക്കുന്നു. അപ്പൊ സാമ്പനെ കുറിച്ച് പല കാര്യങ്ങൾ, പല സ്റ്റോറികൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. പിണ്ടാരക ലീലകൾ അറിയാൻ വയ്യാത്തവരാരും കാണുകയില്ല അല്ലേ? അപ്പൊ അങ്ങനെ അതും ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ പിന്നെ സാമ്പനെ കുറിച്ച് ഒരു കാര്യം പറയണം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടാത്തതായിരിക്കാം. ദുര്യോധന പുത്രിയെ ആയ ലക്ഷ്മണ എന്നും പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളെ വളരെ അവളുടെ സ്വയംവരം നിശ്ചയിച്ചു. ആ സ്വയംവരം നിശ്ചയിച്ച അവസരത്തില് അവിടെ എല്ലാ രാജാക്കന്മാരും എത്തി. എല്ലാവരും രാജകുമാരന്മാരും രാജാക്കന്മാരും ഉണ്ട്. പക്ഷെ കൃഷ്ണനും ബലരാമനും ഒന്നും പോയില്ല. അങ്ങനെ അവിടെ നിൽക്കുന്നത് സാമ്പൻ അവിടെ ചെന്നു. സാമ്പന് അപ്പൊ അവൾക്ക് തന്നെ സെലക്ട് ചെയ്യുന്ന ആളിനെ അവൾക്ക് ഭർത്താവാക്കാം. പക്ഷേ അവിടെ സാമ്പൻ എന്ത് ചെയ്തു? കയറി ചെന്നിട്ട് വളരെ എന്നുവെച്ചാൽ എത്രയോ കാലം അവിടെ ഉണ്ടായിരുന്ന ആളാണ്, വളരെ കഴിവുള്ള ആളാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഓടി ചെന്നിട്ട് അവള് മാലയുമായിട്ട് ലക്ഷ്മണ എല്ലാ രാജാക്കന്മാരെയും അടുത്തേക്ക് വരണമല്ലോ സ്വയംവരത്തിൽ. ആരെയാണോ എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ആൾ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇന്ന ആൾ ഇന്ന രാജ്യത്തെ രാജാവാണ്, ഇവൻ ഇന്ന കലയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഓരോ രാജാക്കന്മാരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി വരുന്ന കൂട്ടത്തിൽ സാമ്പൻ എന്ത് ചെയ്തു? സഡൻലി, എല്ലാവരുടെയും ശ്രദ്ധ അവളിലാണ്, സഡൻലി ആ ലക്ഷ്മണയും പിടിച്ചുകൊണ്ട് ഓടി ആ കുതിരപ്പുറത്ത് കയറി ഇങ്ങ് പോരാൻ ശ്രമിച്ചു. അപ്പൊ അവള് സെലക്ട് ചെയ്ത ഒന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഭീഷ്മർക്കും അറിയാം, ദ്രോണർക്കും അറിയാം, അതുപോലെ ദുര്യോധനും അറിയാം, അവരുടെ കുലത്തിലുള്ളവ എല്ലാവർക്കും അറിയാം അവള് സ്വയമായിട്ട് സാമ്പനെ സെലക്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ആ സൈന്യത്തെയും കൊണ്ട് ഈ മഹാരഥിമാരെല്ലാം ഇവരുടെ പുറകെ ഓടി വരികയാണ്. അപ്പം അങ്ങനെ ആരൊക്കെയുണ്ട്? കർണനുണ്ട്, സലനുണ്ട്, മഹാരഥിമാരായ പൂരിശ്രവസുണ്ട്, യജ്ഞകേതുണ്ട്, ദുര്യോധനുണ്ട്, ഭീഷ്മരുണ്ട് എന്ന് വേണ്ട ആ കുടുംബത്തിൽപ്പെട്ട സർവരും ഉണ്ട്. ഇവൻ കാണിച്ചത് തെറ്റുമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളവരെയാണ് അവള് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവൻ പിടിച്ചുകൊണ്ട് പോന്നു എന്നുള്ളത് കാരണം എന്തോ രുക്മിണി അപഹരണമോ എന്തോ അവന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. എന്തുകൊണ്ടോ അവൻ ഇഷ്ടപ്പെട്ടിരുന്നിരിക്കാം, അവൻ അവിടെ താമസിച്ചിരുന്നല്ലോ. പക്ഷെ അവളിൽ നിന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവളെ പിടിച്ചുകൊണ്ട് പോരുന്ന അവസരത്തിൽ ഇവരെല്ലാം ഓടി വന്നിട്ട് അവനെ പിടിക്കുന്നു. പിടിച്ചു കഴിയുമ്പോൾ അപ്പൊ ഇവരെല്ലാം വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് ഭയങ്കര യുദ്ധം നടത്തും. ആദ്യമൊക്കെ അവൻ തന്നെ ജയിച്ചു. ആര് തന്നെ? സാമ്പൻ വളരെ കഴിവുള്ളവനായിരുന്നു. ഇവരെ എല്ലാം തോൽപ്പിക്കാൻ ആദ്യമൊക്കെ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് ടൈമില് ഇവരെ അമ്പുകളാൽ പരാജയപ്പെടുത്തി കർണൻ നേതാവായി വന്നിട്ട് സാമ്പനോട് ഭയങ്കര യുദ്ധം ചെയ്തിട്ട് അവനെ പിടിച്ചുകൊണ്ടുപോവുകയും അവിടെ ബന്ദിയാക്കുകയും ചെയ്തു. അവളെയും പിടിച്ച് വേറെ കൊണ്ടുപോയി അവനെ ബന്ദിയാക്കുകയും ചെയ്യുന്നു. ഞാൻ ഓടിച്ചു പറയാം കഥ. അങ്ങനെ അവിടെ നിന്ന് ബലരാമനോട് നാരദരുതി എന്ന് ബലരാമനെ അറിയിക്കുന്നു. ബലരാമൻ അവിടെ നിന്ന് ഓടി ഇവിടെ വരുന്നു. ഇവിടെ വരുന്ന അവസരത്തിൽ ബലരാമൻ ഇവിടെ എത്തുന്നു. കൃഷ്ണനെ വിളിക്കുന്നില്ല. ബലരാമൻ ഇവിടെ വന്നതിന് ശേഷം, കാരണം ബലരാമന് ദുര്യോധനോട് ഒരല്പം ഇഷ്ടമുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഗീതായുദ്ധത്തിൽ വളരെ സമർത്ഥനാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ബലരാമൻ വന്ന് പറയുന്നു,
എന്താണ് അവരെ തിരിച്ചു കൊടുക്കാൻ. ബലരാമൻ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം തങ്ങളുടെ സൈഡിലേക്ക് വരികയാണെന്ന് ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇവരെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന താലവുമായിട്ട്. പക്ഷേ അദ്ദേഹം അങ്ങോട്ട് കയറുന്നില്ല. വെളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണയെയും സാമ്പനെയും എന്റെ മുന്നിൽ കൊണ്ടെത്തിക്കാൻ പറയുന്നു. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ദേഷ്യമായിട്ട് ദുര്യോധന്റെ പാർട്ടി, ശകുനി, ഇവരെല്ലാം കൂടി ഇത് ഭയങ്കര ദേഷ്യമായിട്ട് അദ്ദേഹത്തെ എതിരിടത്തക്ക രീതി അദ്ദേഹത്തെ അപമാനിച്ചപ്പോഴേ അദ്ദേഹത്തിന്റെ എന്താണ് മുസലമെടുത്തിട്ട് അവരുടെ രാജധാനിയെ ഗംഗയിലേക്ക് യമുനയിലേക്ക് താഴ്ത്തും എന്നുള്ളത് സ്ഥിതിയിലേക്ക് എത്തുന്നു. ഇപ്പോഴും അവിടെ ചരിഞ്ഞാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം മുസല എടുത്തിട്ട് ആ ഭാഗത്തെ ശ്രമിച്ചതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ അത് കണ്ട നിമിഷത്തിൽ രാജധാനി ആ സ്ഥലം എന്താണ് കുലുങ്ങാൻ തുടങ്ങിയ അവസരത്തിൽ ഓടിച്ചെന്ന് ദുര്യോധനും പാർട്ടിയും എല്ലാം ലക്ഷ്മണനെയും സാമ്പനെയും കൊണ്ട് കാൽക്കൽ വെച്ച് നമസ്കരിക്കുന്നു എന്നാണ് കഥ പറയുന്നത്. അങ്ങനെ അത് ഭാഗവതത്തിലുള്ള കഥയാണ്. അങ്ങനെ അവിടെ അദ്ദേഹം സാമ്പൻ ഭാര്യയും കൊണ്ട് പോകുന്നതായിട്ടാണ്, ബലരാമനോട് ഒന്നിച്ച് പോകുന്നു എന്ന് നമുക്ക് കേട്ടിട്ടുള്ള കഥയാണ്, വായിച്ചിട്ടുള്ള കഥയാണ് നമുക്കത്. അപ്പൊ അതുപോലെ പിന്നെ ഒരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത് എന്താണ്, ദ്വാരക കാണാനായിട്ട് മഹർഷിമാരെല്ലാം വരുന്നു. ആരൊക്കെയാ? വസിഷ്ഠനെ, അസിതനെ, ദേവനെ, വ്യാസനെ, കർണനെ, ഭൃഗു, അത്രി എന്ന് വേണ്ട എല്ലാ രാജാക്കന്മാരും ദ്വാരകയിലേക്ക് എത്തുന്നു. ദ്വാരകയൊക്കെ സന്ദർശിച്ചിട്ട് അവർ പിണ്ടാരകത്തിലേക്ക് പോകുന്നു. പിണ്ടാരകത്തിൽ പോയപ്പോ ഈ പിള്ളേർക്കെല്ലാം ഒരു ഇത് തോന്നി. സാമ്പനാണ് എല്ലാത്തിനും കണ്ണിയായിട്ട്, ഭഗവാൻ അതിനുവേണ്ടിയാണല്ലോ. അങ്ങനെ സാമ്പനെ എന്ത് ചെയ്തു? ഗർഭിണിയായി വേഷം കെട്ടിച്ചിട്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഇത് ബഭ്രുവിന്റെ ഭാര്യയാണ്. ഇവനെ ഉടനെ പ്രസവിക്കും, ഇന്ന ദിവസം പ്രസവമാണ്, ഇവന്റെ കുട്ടിയാണോ വേണോ എന്നൊന്ന് അറിയണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ചുരുക്കി പറയാ, കഥ വലുതായിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് എനിക്ക് ആണാണോ പെണ്ണാണോ എന്ന് അറിയണമെന്ന് പറയും. ഉടനെ തന്നെ മുനി ദുർവാസാവാണ് പറയുന്നതൊന്നും, നാരദരും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ദുർവാസാവാണെന്ന് തോന്നുന്നതോ നാരദാണ് അവര് ആ മുനിമാരിൽ ഒരാള്. അങ്ങനെ അദ്ദേഹത്തോട് ഇത് എന്തായി തീരുമെന്നാ പറഞ്ഞ ആരെങ്കിലും പറയും? എന്താണ്? ഒരു ഇരുമ്പ് ദണ്ഡ അല്ലെ, ഇരുമ്പ് ദണ്ഡാണ്, ഒരു ഇരുമ്പ് കഷ്ണമാണ് ഉള്ളതെന്ന് പറയും. ഉടനെ തന്നെ അത് എന്ത് ചെയ്തു? പിറ്റേ ദിവസം തന്നെ പ്രസവവും നടക്കും, അത് വരികയും ചെയ്യും. ഉടനെ അദ്ദേഹം ഓടിച്ചെന്ന് ഉഗ്രസേന മഹാരാജാവിനോട് കാര്യം പറയുന്നു. ഉഗ്രസേന മഹാരാജാവിനെ അത് കേട്ടപ്പോഴത്തേക്ക് വെപ്രാളമായി. അദ്ദേഹം പറയുന്നു, അതിനെ ചീകി എവിടെ ഒഴുക്കാൻ, നദിയിൽ ഒഴുക്കാൻ പറയുന്നു. എല്ലാം ഒഴുക്കി അവിടെ ഒരു ദണ്ഡ അല്പം ലാസ്റ്റിലേതെന്ത് പറ്റി? അത് ശരിക്കും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതാണ് ആ വംശം ഇല്ലാതാക്കുന്നതിന് കാരണമായി ഭവിച്ചതും ഭഗവാന്റെ അന്ത്യത്തിനും ഭഗവാനും തിരിച്ചു പോകാൻ ഒരു കാരണം ഭഗവാൻ അവിടെ ഉണ്ടാക്കി. എത്ര പേരെയാണ് ഭഗവാനെ ആ ഓരോ ലീലകളിലും പ്രയോജനപ്പെടുത്തിയതെന്നറിയാമോ? ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് ഓരോ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് അവരെ എല്ലാം തിരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, ഓരോരുത്തരെയും തിരികെ കൊണ്ടുപോകാൻ പല രീതിയാണ് ഭഗവാൻ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വംശത്തെ, ആരാലും നിയന്ത്രിക്കാൻ പറ്റാത്ത വംശത്തെ ഭഗവാൻ തന്നെ ഇല്ലാതെയാക്കി എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് അഹങ്കാരം ഇല്ലാതെയാകും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ അതിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, സമയം കഴിഞ്ഞതുകൊണ്ട്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം, സമയം പോയത് കൊണ്ട് 2 ശ്ലോകമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ.